പേരുമാറ്റം സംബന്ധിച്ച് ഇതുവരെ ഒരു സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ലെന്ന് KMRL. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം നഗരങ്ങളിൽ മെട്രോ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കായി ഒറ്റ മെട്രോ റെയിൽ കമ്പനി മാത്രമായിരിക്കണമെന്നത് കേന്ദ്ര മാർഗനിർദ്ദേശമാണ്. കേരളത്തിൽ മറ്റ് പദ്ധതികൾ കൂടി വരുന്നത് പരിഗണിച്ചാണ് പേരിൽ മാത്രം മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്തത്. അത് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാരിനാണെന്നും KMRL വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം വിവാദമായ ഒരു സാഹചര്യത്തിൽ, അത്തരം ഒരു നിർദ്ദേശം വിവാദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ KMRL അധികൃതർ തന്നെ ഇതിനൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്ന ഒരു പദ്ധതി, അത് തൽക്കാലം അങ്ങനെയൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റേതായിട്ട് ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ രീതിയിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് KMRL വ്യക്തമാക്കുന്നത്. അതായത് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് KMRL കൊച്ചി മെട്രോയുടെ പേര് മാറ്റാനായി KMRL ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് വെച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതായത് ഒരു സംസ്ഥാനത്ത് അവിടെയുള്ള മെട്രോ മറ്റ് പദ്ധതികൾ, കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുകയാണ്, കൂടുതൽ മെട്രോകൾ നടപ്പാക്കുകയാണെങ്കിൽ അതിന് ഒരു പൊതുവായ പേര് സ്വീകരിക്കുക എന്നതടക്കമുള്ള നിർദ്ദേശമുണ്ട്. അത് മാർഗനിർദ്ദേശമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലുള്ള ഏത് തീരുമാനവും സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾക്ക്, തീരുമാനങ്ങൾക്ക് അനുസൃതമായിരിക്കും എന്നതാണ് വിവക്ഷിക്കുന്നത്. അതായത് ഇവിടെ ഒരു അപേക്ഷ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം സമർപ്പിച്ചിട്ടില്ല എന്നും ഇപ്പോൾ വന്നിരിക്കുന്ന ഗൈഡ് ലൈൻ അനുസരിച്ചുകൊണ്ട് മാത്രമാണെന്ന്, മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രം KMRL ഇങ്ങനെയൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പൂർണ്ണ അധികാരം, തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് മാത്രമാണ്. അതിൽ സംസ്ഥാന സർക്കാർ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയായിരിക്കും KMRLൻ്റെ തീരുമാനമെന്നും വ്യക്തമാക്കുന്നു. നിലവിൽ ഇപ്പോൾ പേരുമാറ്റം സംബന്ധിച്ച ഒരു ചർച്ചയിലേക്കോ അതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നോട്ട് പോക്കിനോ KMRL ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ KMRL വ്യക്തമാക്കുന്നത്. അതായത് കൊച്ചി മെട്രോ എന്ന പേരിന് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. തൽക്കാലം മറ്റ് ആലോചനകളില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊരു നിർദ്ദേശം KMRL സ്വമേധയാ തന്നെ മുന്നോട്ട് സംസ്ഥാന സർക്കാരിന് വയ്ക്കുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പ് അതിൽ ഉയർന്നിരുന്നു. ഹൈബി ഈഡൻ MP, മുൻ MP പ്രൊഫസർ KV തോമസ് അടക്കം പരസ്യമായിട്ട് ഇതിനെതിരെ രംഗത്ത് വരികയും അങ്ങനെ ഒരു നിർദ്ദേശത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നീരസം തന്നെയാണ് പ്രകടിപ്പിച്ചത്. ഇങ്ങനെയൊരു കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് അറിയില്ല, പിന്നെ അതിന് അഭിപ്രായം ചോദിച്ചിട്ട് എന്ത് എന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു നീക്കത്തോട് സംസ്ഥാനത്തിന് തന്നെ പൂർണ്ണ വിയോജിപ്പാണുള്ളതെന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ തന്നെ മറുപടി. ഏതായാലും ആ നീക്കം തുടക്കത്തിലെ തന്നെ മെല്ലെപ്പോക്കിലേക്ക് ആകുന്ന അല്ലെങ്കിൽ തടയിടപ്പെടുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും KMRL വലിയ രീതിയിലുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് ഏറ്റെടുക്കുന്നുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ അടക്കം അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വിവിധയിടങ്ങളിൽ മറ്റ് കൺസ്ട്രക്ഷൻ വർക്കുകൾ, അതായത് നിർമ്മാണ പ്രവൃത്തികൾ അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. കൂടുതലിടങ്ങളിലേക്ക് മെട്രോ കോഴിക്കോട്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഇടങ്ങളിൽ സാധ്യതാ പഠനങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് തങ്ങൾ ഈ പേര് മാറ്റ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നതാണ് KMRLൻ്റെ ഒരു വിശദീകരണം. എന്തായാലും KMRL തന്നെ വ്യക്തമാക്കുന്നു കൊച്ചി മെട്രോ എന്ന പേരിൽ തൽക്കാലം അത് മാറ്റുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.